ഇസ്ലാമിനെ അതിന്റെ തനതായ സ്രോതസ്സുകളിൽ നിന്നുകൊണ്ട് പരിചയപ്പെടുത്തുക, പ്രവാചകന്മാർ നിർവഹിച്ച ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അതിന്റെ പിന്മുറക്കാർ എന്നുള്ള നിലക്ക് ശരിയായ നിലയിൽ നിർവഹിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നമുക്കറിയാം, പഴയകാല കേരള ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്താണ് ഇസ്ലാമെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിന്റേതായി അവതരിപ്പിക്കുകയും ഇതൊക്കെയാണ് ദീൻ എന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ജനസമൂഹത്തെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ വരുത്തുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. എമ്പാടും പ്രവർത്തനങ്ങളായി ഇനി അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല, ഇനി മറ്റു ചില മേഖലകളിലേക്ക് നീങ്ങാം എന്ന് ആശ്വസിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ ഒരുപാട് നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുന്നു, പഠിച്ചവരാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചിട്ടുള്ള ആളുകൾ പോലും പ്രാഥമികമായ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാത്തവരാണ് എന്നുള്ളതും ഒരു ദുഃഖസത്യമായി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇസ്ലാമിക സംഘടനകളും പ്രസ്ഥാനങ്ങളും ഇവിടെ നിലനിൽക്കുന്നുവെങ്കിലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുക, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിലേക്കും ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അതിന്റെ ആദ്യപടിയായി നാം തന്നെ പഠിക്കാൻ തയ്യാറാവുക എന്നതാണ് നമ്മളിലുണ്ടാകേണ്ടുന്ന ശ്രദ്ധ. ഇസ്ലാമിനെ പഠിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പഠിക്കാവുന്ന പ്രത്യേകമായ പാഠ്യ പദ്ധതികളും അതുപോലെ തന്നെ കർമ്മ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംരംഭങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന് അതിൽ മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഒരു കാലത്തും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരണം, അതിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കണം. ഇസ്ലാമായി ആളുകൾ അവതരിപ്പിക്കുന്നത് പലപ്പോഴും ഇസ്ലാമിന്റെ വശങ്ങളല്ല, ഇസ്ലാമിന്റെ വിശ്വാസകാര്യങ്ങളല്ല. അതിൽ അപാകതകൾ കർമ്മരംഗത്ത് സംഭവിച്ചതുപോലെ വിശ്വാസരംഗങ്ങളിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിനെ മാറ്റി നിർത്തി അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ആരാധിക്കുന്ന സ്ഥിതിവിശേഷം സമൂഹത്തിൽ വ്യാപകമായി കാണാൻ സാധിക്കുന്നു. പ്രവാചകന്റെ ചര്യക്കപ്പുറത്ത് അതിനെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമായി മനസ്സിലാക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് വെളിച്ചം അതിലേക്ക് കടന്നു വരണം, അത് സ്വീകരിക്കണമെന്ന് മാത്രമാണ് എക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ സംഘടനയുടെ മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കലോ അത് എടുത്തു കാണിച്ചുകൊണ്ട് അംഗബലത്തിന്റെ പേരിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കുതർക്കങ്ങൾ നടത്താനോ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കുക, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പഠിക്കാൻ അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്
തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അറിവ് അന്വേഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ മിമ്പറുകളിൽ വെച്ച് പോലും അത്തരം വിശദീകരണങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ അറിവന്വേഷിക്കൽ നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മതപരമായ അറിവിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ അറിവ് നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടിയാണ് ഇത്തരം വേദികൾ. ഇതുപോലുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ ഒരുപക്ഷെ പ്രയാസമുണ്ടായേക്കാവുന്ന സ്ഥലമായിരുന്നിട്ട് പോലും ഇത്തരം ഉൾപ്രദേശങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇസ്ലാമിന്റെ വെളിച്ചം എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ അടുത്ത ദിവസം ഒരു പിതാവ് മരിച്ച മകളോട് ആ പിതാവിന്റെ സുഹൃത്ത് ചോദിക്കുകയാണ്, അല്ല ഉമ്മ പുറത്തിറങ്ങാറായില്ലേ എന്ന്. അപ്പോൾ മകൾ പറഞ്ഞു, ഇല്ല, ഉമ്മ ഇദ്ദ ആചരിക്കുകയാണ്. അപ്പോൾ ഈ മരിച്ച വ്യക്തിയുടെ സുഹൃത്തായ മനുഷ്യൻ ചോദിക്കുന്നു, എന്താണ് ഇദ്ദ? അപ്പൊ അത് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ഒരു 70-70 വയസ്സുള്ള പ്രായം ചെന്ന ഒരുപാട് കാലമായി പ്രസംഗവും ഖുത്ബയും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ പറയുന്നു, മകളെ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഗതി ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദയിരിക്കണം എന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു പ്രസംഗത്തിലും ഒരു ഖുത്ബയിലും ഒരു ക്ലാസ്സിലും ഞാൻ കേട്ടിട്ടില്ല എന്ന് ഒരു ചെറിയ കുട്ടിയല്ല പറയുന്നത്. 70 വയസ്സ് പിന്നിട്ട ഒരു മലയാള ഖുത്ബയും ക്ലാസുകളുമൊക്കെ കേൾക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞുവെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സഹോദരന്മാരെ, ഞാനിത് സൂചിപ്പിച്ചത് നമ്മൾ വിചാരിക്കും ഒരുപാട് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി ഇത്തരം കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നത് വെറും അബദ്ധ ധാരണയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ കാര്യം ഞാൻ ഉണർത്തിയത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ, നമുക്കിടയിൽ തന്നെ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ വെളിച്ചം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ പ്രചരിപ്പിക്കുവാൻ നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനായ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റും ദീർഘകാലമായി തന്റെ കുവൈത്തിലെ ജീവിത കാലത്തിനിടയിൽ കേരളത്തിലെ ഒരുപാട് പള്ളി, മദ്രസ, ഇസ്ലാമിക സാംസ്കാരിക സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിനു വേണ്ടി തന്റെ ശ്രമങ്ങൾ എമ്പാടും ചെലവഴിച്ചിട്ടുള്ള PN അബ്ദുൽ ലത്തീഫ് മദനി അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. പ്രിയമുള്ള ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ ഇസ്ലാഹി പ്രബോധന രംഗത്ത് അതിന്റെ ചലനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മുൻനിര പ്രവർത്തകന്മാരെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ കപ്പക്കൽ പ്രദേശം
ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു പുതിയ സ്ഥലമാണെങ്കിലും ഏതാനും ദിവസങ്ങളായി ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചറിയുകയായിരുന്നു. തന്റെ സാധാരണ ജീവസന്ധാരണത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആയിരക്കണക്കിന് കൊച്ചു കുടിലുകളിൽ താമസിക്കുന്ന മനുഷ്യന്മാർ, അങ്ങനെ തന്റെ ഇരുതലകളും മുട്ടിക്കുന്നതിന് വേണ്ടി കഠിനമായ അധ്വാനം ചെയ്യുന്ന ഈ ആളുകൾ, അവർക്ക് ഇസ്ലാമികമായ സന്ദേശവും മാർഗനിർദ്ദേശങ്ങളും ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രാസ്ഥാനികമായി ഈ തൗഹീദി തരംഗത്തിന്, ഈ പടച്ചവനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും അത് എന്ന് ഞങ്ങൾ കരുതുകയാണ്. കാരണം പ്രവാചകന്മാരുടെ പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ കൂടെ ഈ ഹക്ക് മനസ്സിലാക്കി പെട്ടെന്ന് കടന്നു വന്നവർ നിങ്ങളെപ്പോലെയുള്ള, ഈ നാട്ടുകാരെ പോലെയുള്ള ആളുകളാണ്. നാട്ടിൽ വലിയ പേരും പ്രശസ്തിയും ആഢ്യത്വവും പ്രഭുത്വവുമുള്ള ആളുകളല്ല. നേരെ മറിച്ച് സാധാരണക്കാരായ ആളുകൾ. അതായിരുന്നു വലിയ വലിയ ആളുകൾക്കുള്ള കംപ്ലൈന്റ്, അവരുടെ പരാതി. അങ്ങനെ ചുറ്റും തടിച്ചുകൂടിയിട്ടുള്ള ആളുകൾ, നിങ്ങളോടൊപ്പം കൂടിയിരിക്കുന്ന ആളുകൾ, ആ ആളുകളൊക്കെ ഈ നാട്ടിലെ അറിയപ്പെട്ടവരോ കാര്യമായ സ്ഥാനമാനങ്ങളുള്ളവരോ നാലാളുകൾ ബഹുമാനം കൽപ്പിക്കുന്നവരോ അല്ല. നേരെ മറിച്ച് അറാദിലുന ബാദിയർ റഈ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏഴകൾ, അഥവാ ഒരു കൃത്യമായ ബുദ്ധിപരമായ അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത കേവലം സാധുക്കളാണ്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരാണ് എത്രയും എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്നവർ. നേരെ മറിച്ച് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ കടക്കാൻ കഴിയാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നവർ നാട്ടിലെ പ്രമുഖന്മാരും ആഢ്യന്മാരും പ്രധാനികളുമാണ്. ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് കണക്ക് പറയേണ്ടതുണ്ടാകും. പക്ഷെ ഈ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോടെങ്കിലും പരദൂഷണം പറയാനോ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയാനോ ഏതെങ്കിലും കുഴപ്പങ്ങളിൽ പങ്കെടുക്കാനോ ഒന്നും നേരമില്ല. അവർ അധ്വാനിച്ചാൽ മാത്രമേ അവരുടെ അടുപ്പിൽ തീ പൊന്തുകയുള്ളൂ, പുക പൊന്തുകയുള്ളൂ. അതുകൊണ്ട് അവർ അധ്വാനത്തിൽ ശ്രദ്ധ കൽപ്പിക്കുന്നു. അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ വീട്ടിലെ കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ നിത്യവും അധ്വാനത്തിൽ കഴിയുന്ന ഈ സാധാരണക്കാരായ ആളുകൾ, അവരാണ് സ്വർഗപ്രവേശനം ലഭിച്ചതിൽ ബഹുഭൂരിപക്ഷവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു അനുമോദനം, നിങ്ങൾ ഹക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ, സത്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒരു മഹാത്ഭുതം തന്നെയായിരിക്കും. ഇതുപോലെയുള്ള ഒരു കടപ്പുറം പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സന്ദർശിക്കുവാൻ എനിക്കിടവന്നു. പല സ്ഥലങ്ങളും സന്ദർശിക്കുന്ന കൂട്ടത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത്, അവിടെ ഒരു കൂട്ടം മനുഷ്യന്മാർ, ബീച്ചിലുള്ള ഒരു കൂട്ടം മനുഷ്യന്മാർ, അവർ ഒരു പള്ളി കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. ആ പള്ളി 2 നിലയുള്ള നല്ല ഭംഗിയുള്ള പള്ളി. ആ കടപ്പുറത്തിന്റെ സുന്ദരമായ പ്രദേശത്ത് നല്ല ചന്തത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന ആ പള്ളി, അവിടെ നമ്മുടെ ഒരു പ്രമുഖനായ പണ്ഡിതൻ, നല്ല പ്രാസംഗികൻ, വളരെയധികം ഈ ഇസ്ലാഹി പ്രബോധന രംഗത്ത് അറിയപ്പെട്ട ഒരു പ്രാസംഗികൻ ഖുതുബ നിർവഹിക്കുന്നു. ആ ജനക്കൂട്ടത്തെ അദ്ദേഹം സംസ്കരിക്കുന്നതും ആ ജനക്കൂട്ടം ഇസ്ലാമിക മര്യാദകളോടും അതുപോലെ തന്നെ അതിന്റെ ആളുകളോടും കാണിക്കുന്ന പ്രതിപത്തിയും എന്നെ വളരെയധികം ആകർഷിക്കുകയുണ്ടായി. അവരൊക്കെ കടലിൽ പോകുന്നവരാണ്, മീൻ പിടിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ ആ കടപ്പുറത്തുകാരുടെ ആവേശവും അവിടെ ഇനിയുണ്ടാകേണ്ട ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടാകേണ്ട വികസനത്തെ സംബന്ധിച്ച് അവിടെ കാഴ്ചപ്പാടുകളും പ്രതീക്ഷകളും അത് അവർ അവരുടേതായ ഭാഷയിലും അവരുടേതായ ആംഗ്യങ്ങളിലൂടെയും അവരുടേതായ സംഭാഷണങ്ങളുടെയും അവതരിപ്പിക്കുന്നതും എന്നെ ആകർഷിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് വെറും മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലിരിക്കുന്ന മനുഷ്യനെ സ്പർശിക്കുന്ന, അവനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദീനാണ്. അത് എങ്ങനെയാണ് അവന് ഉയർച്ച കൊടുക്കുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. വസാനിലെ രാജാവ്, അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ മക്കായിൽ അദ്ദേഹം വന്ന് തവാഫ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തുണിയിൽ ഒരാൾ ചവിട്ടിപ്പോയി അത് അഴിഞ്ഞുപോയപ്പോൾ
വളരെ മോശമായ നിലയ്ക്ക് അയാൾ പ്രതികരിച്ചു. വളരെ ശക്തമായി ആ തുണിയിൽ ചവിട്ടിപ്പോയ ആളെ പ്രഹരിച്ചു. വിഷയം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽ വന്നപ്പോ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഉമർ ഖത്താബ് വിചാരണ നടത്തി.